ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് അങ്ങാടിക്കടവ് അട്ടയോലി മലയിൽ ഈ കടുവയെ കണ്ടതായുള്ള വിവരം പുറത്തു വരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഏതാണ്ട് മാറി അവിടെ കാട്ടുപന്നിയുടെ അവശിഷ്ടമുണ്ടായിരുന്നു. അവിടെ നിന്നും കാട്ടുപന്നിയെ തിന്നതിന് ശേഷം ഈ ഭാഗത്ത് അതൊരു മരത്തിൻ്റെ ചുവട്ടിലായാണ് കടുവ വിശ്രമിച്ച് ഇവിടെ കിടക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ സമയത്ത് ഒരു ചേട്ടൻ്റെ പറമ്പാണ്, ഇത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. അവിടേക്ക് വരുന്ന വഴിക്ക് ഈ കടുവയെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം ഫോറസ്റ്റ് ഇവിടെ വന്ന് തെരച്ചിലൊക്കെ തന്നെ നടത്തി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഫോറസ്റ്റ്. പക്ഷേ ആ മൃഗം എത്തി ആ കാട്ടുപന്നിയുടെ ശേഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയത്തും ഇവിടെ ആ മൃഗത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാണ്. 9 മണി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ പറമ്പിൽ വരുന്നത്. ഒരു കുരങ്ങ് ഒരു അസാധാരണമായിട്ട് കരയെന്ന് കേട്ടുകൊണ്ട് അത് എന്നാന്ന് വെച്ചാൽ അതിനെ ഓടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്ന് കുരങ്ങിനെ നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നിന്ന് കടുവയുടെ മുമ്പിൽ പെട്ടത്. കടുവ ഇവിടെ ഈ മരം ചോട്ടി വിശ്രമിച്ച് കിടക്കുമായിരുന്നു. ഇവിടെ മരം ചോട്ടി വിശ്രമിച്ച് ഞാൻ തൊട്ടുപുറകിൽ ഒരു കപ്പിലാവെ കയറിയിരുന്നു. അരമണിക്കൂർ കടുവയെ കിടന്ന് കിടപ്പിടുന്നു. ഞാൻ മരത്തായിരുന്നു. അങ്ങാടിക്കടവിൽ നിന്ന് പിന്നെ ആൾക്കാരെ വിളിച്ചു വരുത്തി ആൾക്കാർ വന്നതിന് ശേഷമാണ് കടുവയേറ്റ് താഴ്ത്തു മാറിയത്. ഓടിപ്പോകാൻ പേടിച്ചിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ചാടിയ മരത്തെ കയറി മരത്തല്ലിയിരുന്നു. കടുവയെ നോക്കിക്കൊണ്ട് തന്നെ മരത്തെ കയറിയിരിക്കുക ഇല്ല. ആ മരത്തിൽ നിന്ന് ഇറങ്ങിയില്ല. ആൾ വന്നതിന് ശേഷം കടുവ അങ്ങ് മാറിയതിന് ശേഷമാണ് ഞാൻ താഴെ ഇറങ്ങിയത്. ഒരാശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. 200 മീറ്റർ മാറി വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഫോറസ്റ്റുകാർ വീണ്ടും ഇവിടെ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. കാൽപാദം, അതായത് ഈ മൃഗത്തിൻ്റെ കാൽപാദം ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാട്ടുപന്നിയുടെ ശരീര അവശിഷ്ടം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സമയത്ത് ആ മൃഗം ഇവിടെ എത്തിയതിൻ്റെ കാൽപ്പാടുണ്ട്. അതും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് ഈ മൃഗം എന്നതാണ് സ്ഥിരീകരിക്കേണ്ടത്. ഈ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ തന്നെ തുടരുന്നുണ്ട്. അതിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്ന് പറയുന്നു. ഫോറസ്റ്റ് വ്യക്തമാക്കുന്നത് ക്യാമറകളടക്കം സ്ഥാപിച്ച് പട്രോളിംഗ് അടക്കം നടത്തും. അതിനുശേഷം മൃഗത്തെ തിരിച്ചറിയും. അപ്പോൾ കൂടുതൽ നടപടികൾ, ഒരുപക്ഷെ കൂട് വെച്ച് പിടിക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടിയിലേക്ക് കടക്കും എന്നാണ് ഫോറസ്റ്റ് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാനയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.